ശ്രമിച്ചു. അതും 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പൊടിമീശ വെച്ച സമയത്ത്. അതും ആരോടാ? പണ്ട് ശോഭനൊക്കെ ഇഷ്ടമായിരുന്നു, ഇപ്പോ നവ്യ നായർ ഇഷ്ടമായിരുന്നു, ഇപ്പോ ഇല്ല. നവ്യ നായരോട് ധ്യാൻ ഒരിക്കലും പറയണ്ടായി, 8ാം ക്ലാസ് പഠിക്കുമ്പോ മുതല് ധ്യാനിന് നവ്യ നായരോട് ഭയങ്കര ക്രഷ് ആയിരുന്നു. മുതലല്ല, അവിടെ കൊണ്ട് തീർന്നു. വെള്ളിത്തിരയുടെ കുറച്ച് പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടായിരുന്നു, പിന്നെ ഞാൻ മതിയാക്കി. ദിലീപേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ആ മോണോക്ട് കണ്ടിരുന്നു. പകച്ചു പോയി എന്റെ ബാല്യം. പോകുമ്പോ അന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പോയി, അല്ലെങ്കിൽ അന്ന് അങ്ങനെ ഒരു ഇഷ്ടം ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നവ്യ ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നോ ഞാനിങ്ങനെ പറഞ്ഞ കാര്യം? എന്നിട്ട് പിന്നെ വിളിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. എന്താ നവ്യന് അങ്ങനെയാണ്? ഉടനെ ഒരാള് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഹലോ നിങ്ങൾക്ക് എന്നോട് ക്രഷ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഉടനെ നവ്യ വിളിക്കുക. സെൻസ് ഉള്ള ആരെങ്കിലും ചോദിക്കോ? നിങ്ങൾ ചോദിക്കോ? നീ ചോദിക്കോ? പക്ഷെ അവന് ഉദ്ദേശിച്ച എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ നിങ്ങൾ തമ്മിൽ മിണ്ടിയോ? നീ ഒന്നും പണയണ്ട. അങ്ങനെ വിളിച്ച ആ ഫീല് പോയില്ലേ? ഉള്ളിലൊതുക്കണം. ഞങ്ങളെ ജാനകി ജാനകി എന്ന് പറഞ്ഞൊരു സിനിമയിൽ അതിനുശേഷം ഒരുമിച്ച് അഭിനയിച്ചു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എന്നിട്ടാണ് ഇത്ര നാണം. ഇത് ചേട്ടൻ നമ്മളെ തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.